പീരുമേട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സിരീഖ് തോമസിന്റെ പ്രചരണാർത്ഥം കുമളിയിൽ റോഡ് ഷോ നടത്തി. മഹിളാ കോൺഗ്രസ്, UDYF എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഷോ. തുടർന്ന് നടന്ന മഹിളാ സദസ്സ് ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. കുമളി ചെലുണ്ടയിൽ ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി 1-ാം മൈലിലാണ് സമാപിച്ചത്. UDYF-ഉം മഹിളാ കോൺഗ്രസുമാണ് റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ കുമളി 1-ാം മൈലിൽ മഹിളാ സദസ്സ് സംഘടിപ്പിച്ചു. ശശി തരൂർ MP യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനം അനുഭവിക്കുന്ന ദുരിതം നിസ്സാരമല്ല എന്ന് ശശി തരൂർ MP പറഞ്ഞു. സഹിക്കാവുന്നതിനപ്പുറം ജനങ്ങൾ സഹിക്കുകയാണ്. മെയ് 4-ന് കേരളത്തിൽ UDF-നായി 100 MLA-മാർ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല എന്നും ശശി തരൂർ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, 2 തവണ അദ്ദേഹം നിങ്ങളുടെ സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. 2 തവണ അടുത്തു വന്നു, 2 തവണ അത് സംഭവിച്ചില്ല. ഓരോരു സാഹചര്യം ഉണ്ടാവാം, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ തവണ കുമളി നിവാസികളെ, പീരുമേട് വോട്ടർമാരെ, ഞാൻ നിങ്ങളൊരൊറ്റ അഭ്യർത്ഥനമേ ഉള്ളൂ. സിറിയാക് തോമസിന്റെ വിജയം ഈ നാടിന്റെ ആവശ്യമാണ്, ഈ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തെലങ്കാന മന്ത്രി അനസൂയ സീതാക്ക, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് CP മാത്യു, നേതാക്കളായ ആന്റണി ആലഞ്ചേരി, സ്ഥാനാർത്ഥി സിരീഖ് തോമസ്, ഷാജി പൈനാടത്ത്, റോബിൻ കാരക്കാട്, മുഹമ്മദ് ഷാജി, MM വർഗീസ്, വക്കച്ചൻ ആലക്കപ്പറമ്പിൽ, സന്തോഷ് പണിക്കർ, PP റഹീം, NDR കുഞ്ഞുമോൻ തുടങ്ങിയ നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.